ഇന്നത്തെ IPL മത്സരത്തിൽ മുംബൈയും ലക്നൌവുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ മുംബൈ തോറ്റിരിക്കുകയാണ്. ഇതിനുശേഷം പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. CSK, RCB, രാജസ്ഥാൻ ടീമിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLന്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ മാച്ചിൽ ലക്നൌ 214 റൺസാണ് അടിച്ചുകൂട്ടിയത്. നിക്കോളസ് പൂരൻ മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. സെക്കൻഡ് ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസും അടിച്ചു കളിച്ചു. രോഹിത് ശർമ്മയാണ് മികച്ച കളി പുറത്തെടുത്തത്. എന്നാൽ പിന്നീട് മുംബൈ ടീമിന്റെ വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് തോറ്റിരിക്കുകയാണ്. മുംബൈ അങ്ങനെ ഈ സീസൺ IPLൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. നിലവിൽ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ കൊൽക്കത്ത, രാജസ്ഥാൻ, ഹൈദരാബാദ് ഈ 3 ടീമുകളും പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി 4ാം സ്ഥാനത്ത് ആര് ഫിനിഷ് ചെയ്യും, അതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. ഇതിലേക്ക് വേണ്ടി 2 ടീമിന് മാത്രമേ സാധ്യതയുള്ളൂ, CSK, RCB. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് CSK ടീമിനാണ്. ഇന്നത്തെ മാച്ചിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ചു കഴിഞ്ഞ് കളി ആരംഭിച്ചു. ഇതുപോലെ നാളത്തെ CSK RCB മാച്ചിൽ മഴ പെയ്താൽ പണി കിട്ടാൻ പോകുന്നത് RCB ടീമിനാണ്. കാരണം നാളെ മഴ പെയ്ത് കളി നടന്നില്ലെങ്കിൽ 2 ടീമിനും ഓരോ പോയിന്റ് വീതിച്ചു കൊടുക്കും. ഇങ്ങനെ വരുമ്പോൾ CSK ക്വാളിഫൈഡ് ആകും, RCB എലിമിനേറ്റഡ് ആകും. അതുകൊണ്ട് നാളത്തെ മാച്ച് RCBക്ക് ഉറപ്പായിട്ടും ജയിക്കണം. വെറുതെ ജയിച്ചാലും RCB കയറില്ല. അങ്ങനെ വരുമ്പോൾ CSK തന്നെ പ്ലേ ഓഫിലെത്തും. RCB ടീമിന് 18 റൺസിന്റെയോ അല്ലെങ്കിൽ 18 ഓവറിൽ കളി ജയിക്കണം. എന്നാൽ മാത്രമേ RCB ക്വാളിഫൈഡ് ആകൂ. നാളത്തെ മാച്ചിൽ 90% മഴയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കളി നടക്കാൻ സാധ്യത കുറവാണ്. നിലവിൽ CSK ടീമിന് 14 പോയിന്റ് ഉണ്ട്. അതുപോലെ RCBക്ക് 12 പോയിന്റും. ഇനി രാജസ്ഥാന് ഒരു മാച്ചും കൂടി ബാക്കിയുണ്ട്. അതിൽ രാജസ്ഥാൻ ജയിക്കണം. ഇല്ലെങ്കിൽ അവരുടെ 2ാം സ്ഥാനം നഷ്ടമാകും. കാരണം CSK ടീമിനും SRHനും 2ാം സ്ഥാനത്തെത്താൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ രാജസ്ഥാൻ, കൊൽക്കത്ത, ഹൈദരാബാദ്, 4ാമതായിട്ട് CSK അല്ലെങ്കിൽ RCB ഇവരായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.